നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി രാവിലെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അത്യാഹിത വിഭാഗത്തിലേക്ക് വരുന്നത്. ആ കുട്ടി ഇരുന്ന ഇരിപ്പിൽ അവളുടെ കണ്ണുകളിങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കണ്ണ് മുകളിലേക്ക് പോയിട്ട് അവളിങ്ങനെ പുറകോട്ട് അടിച്ച് വീഴാൻ പോകുന്ന പോലെ സംഭവിക്കുന്നു. ഇത് ഏതാനും മണിക്കൂറുകളായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കാരണം ഇവൾക്ക് വല്ലാത്തൊരു പേടി വരുന്നു. ഇവളീ ചെയ്യുന്നത് കണ്ടിട്ട് മാതാപിതാക്കൾക്കും വല്ലാതെ ടെൻഷനാവുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവൾക്ക് അപസ്മാരമോ അങ്ങനത്തെ രോഗങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. തലച്ചോറ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ കണ്ണ് മുകളിലോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, ഇതിന് മുൻപ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ 2 ദിവസം മുൻപ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു, ഭക്ഷ്യവിഷബാധ ഉണ്ടായി, വയറ്റിളക്കവും ഛർദിലും ഒക്കെ വന്നു. അതിന് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ ഗുളികകളൊക്കെ നൽകി. ഗുളികകൾ ഒരു ദിവസം കഴിച്ചു. എന്നിട്ടും ആ ഛർദി കുറയാതെ വന്നപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോഴേക്കും അതേ ആശുപത്രിയിലേക്ക് വീണ്ടും സമീപിച്ചു. ഛർദി കുറയാതെ വന്നപ്പോൾ ഛർദി കുറയാൻ വേണ്ടിയിട്ടൊരു ഇഞ്ചക്ഷൻ നൽകി. ആ ഇഞ്ചക്ഷൻ നൽകി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി. അതിൻ്റെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ പ്രയാസം തുടങ്ങിയത്. നമ്മൾ നോക്കുമ്പോഴേക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുത്തത് മെറ്റോക്ലോപ്രമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അത് ഛർദിക്ക് വേണ്ടി സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഈ മരുന്ന് തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്ന ഒരു മരുന്നാണ്. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ രാസവസ്തു പെരുമാറ്റവുമായി മാത്രം ബന്ധപ്പെട്ടല്ല നിൽക്കുന്ന മറ്റനവധി ധർമ്മങ്ങൾ അതിന് ഉണ്ട്. അപ്പോൾ ഈ ഗുളിക നമ്മുടെ തലച്ചോറിലെ ഈ ഛർദി പോലെയുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്ന ചില മേഖലകളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ച് ഛർദി പൂർണ്ണമായിട്ട് മാറ്റും. അപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞതോടുകൂടി ഛർദി പൂർണ്ണമായിട്ട് അവസാനിച്ചു. പക്ഷേ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കണ്ണ് മുകളിലേക്ക് പോകാൻ തുടങ്ങിയത്. ഇത് അക്യൂട്ട് ഡിസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവിൽ പെട്ടെന്നൊരു വ്യതിയാനം വരുമ്പോൾ നമ്മുടെ പേശികൾ വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥയാണ് അക്യൂട്ട് ഡിസ്റ്റോണിയ. അപ്പോൾ പല രൂപത്തിൽ ഈ അക്യൂട്ട് ഡിസ്റ്റോണിയ വരാം. ചില ആളുകൾക്ക് കഴുത്തൊരു സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞു പോകുമായിരിക്കാം. ചിലർക്ക് ചുണ്ടിങ്ങനെ കോടിപ്പോകുന്ന പോലെ ആയിരിക്കും വരുന്നത്. അപൂർവം ചില കുട്ടികൾക്ക് ഈ കണ്ണിൻ്റെ ചുറ്റുമുള്ള പേശികൾ ഇങ്ങനെ വലിഞ്ഞു മുറുകും. അന്നേരമാണ് കണ്ണ് മുകളിലേക്ക് ഇങ്ങനെ നീങ്ങുന്നത്. പക്ഷേ ആ സമയത്ത് കുട്ടിക്ക് ചുറ്റും നടക്കുന്ന എല്ലാം ഓർമ്മയുണ്ട്. മറ്റുള്ളവർ തൻ്റെ പേര് വിളിക്കുന്നതും ഒക്കെ കൃത്യമായിട്ട് അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ കണ്ണ് മുകളിലേക്ക് ഒന്ന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഒക്കുലോഗൈറിക് ക്രൈസിസ് എന്നാണ് ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര്. ഈ കണ്ണുകൾക്ക് ചുറ്റുമുള്ള പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകി ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ അതിന് പ്രോമെത്താസിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറും. അപ്പോൾ ഈ കുട്ടിക്കും അങ്ങനെ തന്നെ ആ ഇഞ്ചക്ഷൻ നൽകി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതോടുകൂടി പൂർണ്ണമായിട്ട് ഇത് മാറിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഛർദിക്ക് കൊടുക്കുന്ന എല്ലാ മരുന്നുകൾക്കും എല്ലാവർക്കും ഇത്തരം പാർശ്വഫലങ്ങൾ വരണമെന്നൊന്നുമില്ല. വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഇത് വരുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർ ഭയപ്പെട്ടു പോകും. അപ്പം ചിലപ്പോഴെങ്കിലും ചില ആശുപത്രികൾ കൊണ്ടുപോകുമ്പോൾ ഇത് ICUവിൽ കിടത്തണം, MRI സ്കാൻ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ വരുമ്പോൾ വീട്ടുകാർ കൂടുതൽ ഭയപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് ഈ പറഞ്ഞ പോലെ പ്രോമെത്താസിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഇതങ്ങ് മാറാറുണ്ട്. അത്യപൂർവമായിട്ട് ഇതേ അവസ്ഥ അല്പം കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിൽ വരാം. ഈ ശ്വാസം ഇങ്ങനെ വല്ലാതെ ശബ്ദത്തോടു കൂടി എടുക്കുന്ന സ്ട്രൈഡർ എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ഈ ശ്വാസം അകത്തോട്ട് വലിക്കുമ്പോഴേക്കൊരു ഇങ്ങനത്തെ ഒരു സൗണ്ട് പോലെ ഇങ്ങനെ വരും. ആ ശ്വാസം എടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് പ്രകടമാവുകയും ചെയ്യും. ഇതിനെ ലരിഞ്ചിയൽ ഡിസ്റ്റോണിയ എന്ന് പറയും. ഈ ലാരിങ്സ് എന്ന് പറയുന്ന സ്വനപേടകത്തിലെ പേശികൾ പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞു മുറുകുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. അവിടെയും അത്തരം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞും മരിച്ചു പോകുമോ എന്നുള്ള തരത്തിലുള്ളൊരു ഭയമൊക്കെ നമുക്ക് തോന്നും. ആ വ്യക്തിക്കും ഇത് അനുഭവിക്കുന്ന വ്യക്തിക്കും വല്ലാതെ ശ്വാസം കിട്ടാതെ വന്ന് വല്ലാത്തൊരു പരിഭ്രാന്തിയൊക്കെ വരാം. ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പ്രോമെത്താസിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും പറയുകയാണ്, ഛർദിക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാ മരുന്നുകൾക്കും ഇങ്ങനത്തെ പാർശ്വഫലങ്ങളില്ല. അപൂർവം ചില മരുന്നുകൾക്കേ ഉള്ളൂ. ആ മരുന്നുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വരണമെന്നില്ല. ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഇത് വരികയുമുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ.
അതുകൊണ്ട് തീർച്ചയായിട്ടും തൊട്ടടുത്ത ഒരു ആശുപത്രിയിലേക്ക് എത്തിയിട്ട് കൃത്യമായിട്ട് നമ്മൾ പറയുക ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനിടയായി എന്ന് പറയുക. അപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ നൽകാം. പലപ്പോഴും നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സ എടുക്കുന്നുണ്ടെങ്കിൽ ആ ചികിത്സാ രേഖകൾ കൂടെ കൊണ്ടുപോകണം. ചിലപ്പോൾ പനി വന്ന ആശുപത്രിയിൽ പോകുമ്പോൾ പ്രഷറിനും ഷുഗറിനും കഴിക്കുന്ന മരുന്നിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ എടുക്കില്ല. പ്രഷറിനും ഷുഗറിനും മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് മാത്രമായിരിക്കും പറഞ്ഞത്. ഏത് മരുന്ന് അറിയില്ല, പേരറിയില്ല. അപ്പോൾ എപ്പോഴും ഓർക്കുക, എന്ത് നിസാര കാര്യത്തിന് ആശുപത്രിയിൽ പോയാൽ പോലും നമ്മൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ കുറിപ്പടി ഡോക്ടർ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ അത് നിർബന്ധമായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് കാണുന്ന നമ്മളിപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറിന് അതും കൂടെ പരിശോധിച്ച് നിങ്ങളിപ്പോൾ തന്നെ കഴിക്കുന്ന മരുന്നുകളുമായി പ്രതിപ്രവർത്തനമില്ലാത്ത തരത്തിലുള്ള മരുന്നുകൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നത്തിന് എഴുതിത്തരാൻ സാധിക്കും. നന്ദി, നമസ്കാരം.